ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്കൈ ഡയറീസ്. ഈവനിങ് ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇന്ന്. എന്തായാലും നേരത്തെ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ എൻ്റെ ബാഗിൽ എന്താണെന്ന് കാണിക്കാമെന്ന്. 5 മണിക്ക് എൻ്റെ ക്യാബ് വരുന്നത്. സോ സമയമുണ്ട്. ഞങ്ങൾ ക്യാബിൻ ക്രൂവിന് എല്ലാവർക്കും കമ്പനി തന്നിരിക്കുന്നത് 2 ബാഗാണ്. ഒന്ന് ഈ ടോട്ട് ബാഗ്, വേറൊരു ട്രോളി ബാഗ്. ടോട്ട് ബാഗിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വള്ളിയും കൂടെ കിട്ടുമേ. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. 3 വർഷമായി. ഇതിങ്ങനെ രണ്ടറ്റത്ത് തൂക്കിയിടാം. അത് പിന്നെ എനിക്ക് ആവശ്യമില്ല, ഞാൻ യൂസ് ചെയ്യാറുമില്ല. മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഞങ്ങൾ പറയുന്നത് ഇതിന് സർക്കുലർ ഫയൽ എന്നാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ലൈസൻസ് ഉണ്ടാവുക. പിന്നെ എല്ലാ സർക്കുലേഴ്സും, അതായത് കമ്പനി റിലീസ് ചെയ്യുന്ന ന്യൂ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാം ഒരു സർക്കുലേഴ്സ് ആയിട്ട് വരും. അതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ വരുന്ന മെയിൻ ഐറ്റമാണ് ഈ QRH. ഇതൊരു റെഫറൻസ് ബുക്കാണ് കേട്ടോ, ചെറിയൊരു റെഫറൻസ് ബുക്ക്. അതായത് ഞങ്ങളുടെ വലിയൊരു മാനുവലിൻ്റെ ചെറിയൊരു രൂപം. ഇതിൻ്റെ അകത്താണ് എല്ലാ ബ്രീഫിങ്സ്, അനൗൺസ്മെൻറ്റ്സ്, പിന്നെ എമർജൻസി പ്രൊസീജിയേഴ്സ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കണം. പക്ഷേ ഇൻ കേസ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പെട്ടെന്ന് ഓൺ എയറിൽ ഒരു എക്യുപ്മെൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചു, പെട്ടെന്ന് അത് അൺസർവീസബിളായി, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ലാബറട്ടറിയിൽ വെള്ളം ലീക്ക് ആവുന്നു, ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആവുന്നു, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളൊരു ബുക്കാണ്. അതായത് നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഇല്ലാതെ പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് പോയിട്ട് ഒരു കാര്യമില്ല, കാരണം ഫ്ലൈറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നൊരു സാധനമാണ് ഈ ക്യാഷ് പൗച്ച്. ഇത് കമ്പനി തരുന്നതാണ് കേട്ടോ. ബേസിക്കലി ആ ബാഗിൻ്റെ ഉള്ളിലുള്ള മിക്ക സാധനങ്ങളും കമ്പനി തന്നെയാണ് തരുന്നത്, ബാഗ് ഉൾപ്പെടെ. ചിലത് മാത്രമേ നമ്മൾ വാങ്ങേണ്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ആകെ 2 പേനയും ഒരു നോട്ട്ബുക്കും കിടക്കുന്നുണ്ട്. നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഓൺ ബോർഡ് സെയിൽസിൻ്റെ ക്യാഷൊക്കെ പാസഞ്ചറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിലെ വയ്ക്കുക. ഇത് നമുക്ക് എല്ലാ വർഷവും ഒരെണ്ണം കിട്ടും കേട്ടോ. യൂണിഫോം റീഇഷ്യൂവിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നൊരു സാധനമാണ് ഈ ക്യാഷ് പൗച്ച്. അടുത്തായിട്ടാണ് കേട്ടോ കാർഡിഗൻ, സ്വെറ്റർ എന്നൊക്കെ പറയാം. ഇതൊരു കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതില്ലാതെ എനിക്ക് ഫ്ലൈറ്റ് ചെയ്യുന്നത് ആലോചിക്കാനേ വയ്യ, കാരണം ഫ്ലൈറ്റിലെ തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിടാൻ, ഫ്ലൈറ്റിൻ്റെ പുറത്തിടാനായിട്ട് വേറൊരു വിൻ്റർ ജാക്കറ്റ് ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്. ഇതും എപ്പോഴും എൻ്റെ ബാഗിൽ കിടക്കുന്ന ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ അകത്ത് ഇനി ഒന്നും ബാക്കി അവശേഷിക്കുന്നില്ല. നെക്സ്റ്റ് ആണ് നമ്മുടെ സീക്രട്ട് പൗച്ച്. ഇതിലുള്ള സാധനങ്ങൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ വലുതായി പോകും, കാരണം അതിൽ അത്രയും സാധനങ്ങളുണ്ട്. വേറൊരു ദിവസം കാണിക്കാം. പിന്നെ BA ട്യൂബിൻ്റെ പൗച്ച്. ഇത് നമ്മൾ ബ്രെത്ത് അനലൈസർ ചെയ്യുന്നത് ഈ ട്യൂബ് ഇട്ടിട്ടാണ്. ഇതിൽ കൂടി ഇങ്ങനെ ഊതിയാണ് നമ്മൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നത്. കുറേ ട്യൂബുകളുണ്ട്. നമുക്കിത് കമ്പനി തരും. ഇതിടാനുള്ള പൗച്ച് ഞാൻ വാങ്ങിച്ചതാണ്. ക്യാപ്റ്റനും ക്യാബിൻ ക്രൂവിനും BA ടെസ്റ്റ് നിർബന്ധമാണ് കേട്ടോ ഫ്ലൈറ്റിന് മുന്നേ. നെക്സ്റ്റ് വൺ ഈസ് ഒരു സാനിറ്ററി നാപ്കിൻ. ഇത് ഫ്ലൈറ്റിലും ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളൊരു മെയിൻ സാധനമാണ് ഒരു എക്സ്ട്രാ വാച്ച്. കയ്യിൽ കിടക്കുന്ന വാച്ച് കൂടാതെ വേറെ നമുക്ക് ഒരു വാച്ചും കൂടെ കൊണ്ടുപോകണം. അതെന്തിനാ 2 വാച്ച് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഈ ബാഗിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു സ്കാർഫാണ് കേട്ടോ, അഡീഷണൽ ഒരു സ്കാർഫ്. എന്ന് യൂസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു കവറിൻ്റെ അകത്തിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ? എല്ലാ ഹോട്ടൽസിലെയും നോട്ട് പാഡ്. ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഓരോ നോട്ട് പാഡ് കിട്ടും. അതെല്ലാം ഞാനിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. കുറേ നോട്ട് പാഡ്സ് ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതുവാണെങ്കിൽ ഈ ഒരു പേപ്പറായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സാധനം പാസ്പോർട്ട് കവർ ഉണ്ടോ? ദാരിദ്ര്യം. പാസ്പോർട്ട് ഞാൻ ബാഗിൽ നിന്ന് മാറ്ററേ ഇല്ല കേട്ടോ. ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിലും എൻ്റെ ബാഗിൽ പാസ്പോർട്ട് കാണും. പിന്നെ ഉള്ളതൊരു ക്യൂട്ട് ഹോട്ട് ബാഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫ്ലൈറ്റിൽ തണുപ്പ് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം നിറച്ചു ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. കാർഡിഗൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഹോട്ട് ബാഗ് എനിക്ക് നിർബന്ധം. പിന്നെ ഇതൊക്കെ ലോങ് ഫ്ലൈറ്റ്സിലാട്ടോ യൂസ് ചെയ്യാൻ പറ്റാറുള്ളൂ. പിന്നെ ലാസ്റ്റ് പീസായിട്ടൊരു പേന കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ബാഗിലെ സാധനങ്ങൾ. ഇനി ഇതെല്ലാം പെറുക്കി എനിക്ക് ബാഗിലോട്ട് എടുത്ത് വയ്ക്കണം, കാരണം ഞാൻ ഫ്ലൈറ്റിന് വന്നിരുന്നതാണല്ലോ. പിന്നെ ഒരു ബാഗ് ടാഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്രൂ ബാഗാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. അതിൻ്റെ അകത്ത് നമ്മുടെ പേരൊക്കെ എഴുതാം. എൻ്റെ ക്രൂ ടാഗിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ്. ഇനി ഞാൻ 2 വാച്ച് എന്തിനാണ് വേണ്ടതെന്ന് പറയാം. ഈ 2 വാച്ചിലും സെക്കൻഡ്സ് സൂചി നിർബന്ധമാണ് കേട്ടോ. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നാലോ അല്ലെങ്കിൽ ഒരു ഇവാക്യുവേഷനൊക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ 5 സെക്കൻഡ് 10 സെക്കൻഡ് എന്നുള്ള ടൈം ഫ്രെയിമിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ച് നിന്ന് പോയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് വാച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചായയൊക്കെ കുടിച്ച് ഞാൻ ഫ്ലൈറ്റിന് പോവാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ID കാർഡ്. ഇതില്ലാതെയും ഫ്ലൈറ്റിന് പോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 3 മാൻഡേറ്ററി ആയിട്ട് ഐറ്റംസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഫ്ലൈറ്റിന് കയറാനേ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ പിന്നെയും കാണാം. ബൈ.